എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഓ, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ജയിലിലെ തടവുകാരുടെ ഈ തെറ്റായ നിലക്കുള്ള നിലപാടുകൾ ഇല്ലാതാക്കുന്നതിനും അതുപോലെ ജയിലിൽ കുറെ കൂടി ജോലിഭാരം കുറക്കുന്നതിനും അതുപോലെ തടവുകാരുടെ അവരുടെ സൗകര്യങ്ങൾ കുറെ കൂടി, കാരണം ജയിലെന്ന് പറയുന്ന പഴയ കാലങ്ങളിലെ പോലെ പ്രിസൺ ആളുകൾ അടച്ചിടാനുള്ള ഒരു സംവിധാനമായിട്ടല്ല. ശരി. അതുകൊണ്ട് അതെല്ലാം വളരെ ഗൗരവതരമായ നിലയിൽ തന്നെ കണ്ടുകൊണ്ടുള്ള ഒരു നിലപാടാണ് ഈ കാലമത്രയും LDFന്റെ ഗവൺമെന്റ് എടുത്തിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് കാണാം. അല്ല മാഷേ, ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്ന 2016 പ്രശ്നമുണ്ട്. നിങ്ങൾക്ക് കാണാം എന്ന് പറയുമ്പോൾ ഞങ്ങൾ കാണുന്നത് എന്താണ് എന്നതൊരു പ്രശ്നമുണ്ട്. കേരളം ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒരു കൊടും ക്രിമിനൽ ജയിൽ എടുത്തു ചാടി തിരിച്ചു വരുന്നു. കേരള പോലീസിനെയും ജയിൽ വകുപ്പിനെയും ജയിൽ ഉദ്യോഗസ്ഥരെയും ഒക്കെ അമ്പാടെ തലകുനിപ്പിച്ച് നിർത്തുന്ന തരത്തിൽ വീരസാഹസിക കൃത്യം കാണിച്ചതിന് ശേഷം തിരികെ പോയിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ഏറ്റവും മികച്ചതാണെന്ന് കാണാം എന്ന് പറയുമ്പോൾ കാണാൻ കഴിയുന്നില്ല. ഇവൻ ശരിയല്ല. അവനല്ല ശരിയല്ലാത്തത്, നീയാ. ഇത് മാധു പറയുന്നത് കേട്ടാൽ തോന്നുക കേരള ചരിത്രത്തിലെ അല്ലെങ്കിൽ ഇന്ത്യ ചരിത്രത്തിലെ ആദ്യത്തെ ഒരു ജയിൽ ചാട്ടമാണ് ഗോവിന്ദചാമിയുടേതെന്ന. ഓഹോ, ഈ കേരളത്തിലെ ഏറ്റവും വലിയ ജയിൽ ചാട്ടം എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്ന ഒന്ന് പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഉണ്ടായിട്ടുള്ളതാണ്. നേരത്തെ റിപ്പർ ജയാനന്ദൻ 7 കൊലക്കേസ് എന്ന് പറഞ്ഞാൽ ഒരു കൊലക്കേസ് ഡബിൾ കൊലയാണ്. അതുപോലെ 50 മോഷണ കേസുകളിൽ എല്ലാം പ്രതിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജയിൽ ചാട്ടമാണ് ഈ കേരളത്തിലെ ജയിൽ ചാട്ടങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ നിലക്ക് വന്നിട്ടുള്ള ജയിൽ ചാട്ടം. എന്ന് മാത്രമല്ല, ഇപ്പം ഇന്ത്യ രാജ്യത്ത് പരിശോധിക്കുമ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും, ഇവിടെ പഞ്ചാബിലെ അവിടുത്തെ മുഖ്യമന്ത്രിയെ കൊലപ്പെടുത്തിയിട്ടുള്ള ജഗ്താർ സിംഗ് പവാർ അദ്ദേഹം ജയിൽ ചാടിയതാണ്. ഇതൊക്കെ ഞങ്ങളോട് പറയുന്നത് എന്തിനാണ്? ചാൾസ് ശോഭാരാജനെ ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ, അദ്ദേഹം ജയിൽ ചാടിയിട്ടുണ്ട്. പ്രശ്നം ഇന്ത്യ ചരിത്രത്തിലെ ആദ്യത്തെ ജയിൽ ചാട്ടമല്ല, ആദ്യത്തെ സർക്കാരുമല്ലല്ലോ നമ്മുടേത്. നമ്മുടെ മേന്മകളെല്ലാം നമുക്ക് അവകാശപ്പെടാൻ കഴിയുന്നുണ്ട് എങ്കിൽ നമുക്കുണ്ടാകുന്ന വീഴ്ചകൾക്ക് ഉത്തരവാദിത്തം കൂടി ഉണ്ടാവണ്ടേ? ആരോട്? നിങ്ങൾക്ക് ജയിലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ഒരുപാട് ശ്രമങ്ങൾ ഈ കേരളത്തിൽ ഇക്കാലത്ത് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും, ജയിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് അവാർഡുകൾ ഇന്ന് ഇന്ത്യ ഗവൺമെന്റ് കേരളത്തിൽ നൽകിയിട്ടുണ്ട് എന്നുള്ളത് വിസ്മരിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഇപ്പൊ ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷൻ അവാർഡ് കിട്ടിയിരിക്കുന്ന പാലക്കാട് ജില്ലയിലാണ്. അതുപോലെ തന്നെ നമ്മൾ ഫോറൻസിക് പരിശോധന ഏറ്റവും മികച്ചത് ഇന്ത്യ രാജ്യത്ത് കേരളത്തിലാണ് എന്ന് രേഖപ്പെടുത്തിയത് മറ്റാരുമല്ല, കേന്ദ്ര ആഭ്യന്തര വകുപ്പാണ്. അതുപോലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയുള്ള നമ്മുടെ സർക്കാരിന്റെ നേട്ടമല്ലേ? തീർച്ചയായിട്ടും. അപ്പോ വീഴ്ച മാത്രം സർക്കാരിനില്ല. അല്ല, അങ്ങനെയല്ല. ആ നേട്ടങ്ങളെല്ലാം ഉള്ള സമയത്ത് കേരളത്തിലെ മാധ്യമങ്ങൾ സമീപകാലത്തായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇത്തരം ചെറു സംഭവങ്ങളെ പർവ്വതീകരിച്ച് അതിനെ ജനറലൈസ് ചെയ്ത് ആ മേഖലയാകെ തന്നെ വളരെ മോശമാണെന്ന് സ്ഥാപിക്കാൻ ശ്രമം നടക്കുകയാണ്. ആരോഗ്യകരമായ ചർച്ച എന്നുള്ളതാണ് ഇവിടുത്തെ നയം. എനിക്ക് അതിനെ മറുപടി പറയാൻ കഴിയുകയുള്ളൂ. പക്ഷേ പിന്നെ അങ്ങ് പറഞ്ഞു കേരളത്തിലെ മാധ്യമങ്ങൾ കഴിഞ്ഞ കുറെ കാലമായി ചെയ്യുന്ന കാര്യം, എവിടെയെങ്കിലും ഒറ്റപ്പെട്ട സംഭവം ഉണ്ടായാൽ അത് സർക്കാരിന് മുഴുവൻ പരാജയം എന്ന നിലയ്ക്ക് അതിനെ പർവ്വതീകരിച്ച് കാണിക്കുക എന്നുള്ളതാണ്. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ച്, മുതലാളി മറന്നുപോയതാ. പക്ഷെ പാർട്ടി കുറച്ചു കാലമായി ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയുമോ? എവിടെയെങ്കിലും ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതുവരെയുള്ള കിട്ടിയ മുഴുവൻ പൊന്തൂവലും എടുത്തങ്ങ് മുന്നിൽ വെക്കുകയാണ്. എന്നിട്ട് ഈ പൊന്തൂവലിനെ മുഴുവനും ചീകി ഒതുക്കി വെച്ചതിന് ശേഷം മാത്രമേ ആ വീഴ്ചയെ പറ്റി ചർച്ച ചെയ്യുള്ളൂ എന്ന് പറയാണ്. മാഷിപ്പ് പറഞ്ഞ് കേരളത്തിന് മുഴുവൻ അവാർഡും പറയും, പക്ഷെ ഈ കാര്യത്തെ കുറിച്ച് മാത്രം പറയില്ല. ഇപ്പോ മാധു ഒരു നല്ല മാധ്യമ പ്രവർത്തകയാണ് എന്ന് എങ്ങനെയാ ജനം വിലയിരുത്തുന്നത്? ഏതെങ്കിലും ഒരു ദിവസം നിങ്ങളുണ്ടായിട്ട് തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടല്ല. നിങ്ങളിപ്പോൾ 99% ശരിയുണ്ടാകുമ്പോൾ 1% തെറ്റ് സ്വാഭാവികമാണ്. ആ തെറ്റിനെ ചൂണ്ടിക്കാണിച്ച് മരം മറിഞ്ഞ് കാട് കാണാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാക്കുന്ന കാര്യം അത് ശരിയല്ല. അതെ, ഞങ്ങൾ ചോറ് തന്നെ കൊണ്ടുവന്നേ. നമുക്ക് ഒരാളുടെ പ്രവർത്തനത്തെയോ ഒരാളുടെ മേന്മയോ ഒരാളുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഗുണത്തെയോ ഒന്നും നമുക്കൊരു സർക്കാരുമായിട്ട് താരതമ്യം ചെയ്യാനോ തുലനം ചെയ്യാനോ കഴിയില്ല. മരം വെച്ച് കാടിനെ അളക്കരുത് എന്ന് മാഷ് പറഞ്ഞതിനെ ഞാൻ അങ്ങനെ തന്നെ അംഗീകരിക്കുകയാണ്. സർക്കാരുകളെ താരതമ്യം ചെയ്യണമല്ലോ. ഇപ്പോൾ ആരോഗ്യരംഗത്ത് 5 കൊല്ലക്കാലം ഭരിച്ച ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ആണല്ലോ ഈ ഗവൺമെന്റ് തൊട്ടു മുമ്പിലുള്ള ഗവൺമെന്റ്. ഓരോ സന്ദർഭത്തിലും ആ കാലത്തെ നിങ്ങൾ താരതമ്യം ചെയ്യുന്നില്ല. ഒരു ഗവൺമെന്റിനെ വിലയിരുത്തുമ്പോൾ നിങ്ങൾ താരതമ്യം ചെയ്യേണ്ടത് തൊട്ടു മുമ്പിലുണ്ടായ ഗവൺമെന്റുമായിട്ടാണ്. സർക്കാരുകളെ താരതമ്യം ചെയ്യേണ്ടത് തെരഞ്ഞെടുപ്പ് ചർച്ചകളിലും മറ്റുമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കേരളത്തിൽ എന്തെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യേണ്ട, ജനങ്ങളുടെ ജീവനും സുരക്ഷയ്ക്കും ഉറപ്പ് നൽകേണ്ട ഒരു സംഭവം ഉണ്ടാകുമ്പോൾ സർക്കാരുകളെ താരതമ്യം ചെയ്യുന്നത് കേവല രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് മറ്റൊന്നും ക്ഷണിച്ചു വരുത്തില്ല. ഇവിടെ എത്രമാത്രം ഗൗരവത്തോടെ ഇപ്പോൾ ജയിൽ മേധാവി അവിടെ വന്നു,
ആ കാര്യങ്ങളെ സംബന്ധിച്ച് അടിയന്തര അന്വേഷണ ഉത്തരവിട്ടു. പ്രാഥമിക അന്വേഷണം നടത്തി 4 പേരെ സസ്പെൻഡ് ചെയ്തു. മുഖ്യമന്ത്രി തന്നെ ഈ വിഷയം സംബന്ധിച്ച് തൊട്ട് പിറ്റേന്ന് മീറ്റിംഗ് വിളിച്ചു ചേർത്തു. ഗോവിന്ദച്ചാമിയെ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്കാൻ വേണ്ടി മാത്രമല്ല, അദ്ദേഹത്തെ സിംഗിൾ സെല്ലിൽ അടക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ പറഞ്ഞു കൊടുക്കണം രമണ. എന്ന് പറഞ്ഞാൽ എത്രമാത്രം ഗൗരവത്തോടെയാണ് ആ കാര്യം ഈ ഗവൺമെന്റ് കാണുന്നത് എന്നുള്ള പോസിറ്റീവ് കാര്യം കാണണ്ടേ? ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് പക്ഷേ സർക്കാരിന്റെ ഉത്തരവാദിത്തം. പിന്നെ നാണക്കെടുത്ത് ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുകയും അതിനൊപ്പം ഇത്തരം വീഴ്ചകൾ ഉണ്ടാകാതെ നോക്കുക എന്ന് പറയുന്നതും അതിനുള്ള ഇച്ഛാശക്തി പ്രകടമാക്കുകയും ദീർഘവീക്ഷണം പ്രകടമാക്കുകയുമാണ് സർക്കാരിന്റെ ഉത്തരവാദിത്തം. ചെയ്യുന്നതെല്ലാം കേമം എന്ന് പറഞ്ഞാൽ പോരാ, വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം കൂടി ഏറ്റെടുക്കേണ്ടതുണ്ട്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഭരണപരാജയത്തിന് എന്ത് ചെയ്യും, എന്ത് പരിഹാരം ചെയ്യും? AI സർക്കാർ ഉണ്ടാക്കാൻ പറ്റില്ല മാഷേ. നമുക്ക് AI ക്യാമറയെ വെക്കാൻ പറ്റുള്ളൂ ജയിലിൽ. ഇതൊരു നടക്ക് പോണ മാതിരില്ല. അത് ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ മാതൃഭൂമി എന്ന് പറയുന്ന ഈ ചാനൽ എല്ലാ ദിവസവും ചർച്ച നടത്തുന്നുണ്ട്. നിങ്ങൾ ഗവൺമെന്റ് കൈകാര്യം ചെയ്ത ഏതെങ്കിലും ഒരു നല്ല കാര്യത്തെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ ഒരു 4 മാസത്തിനുള്ളിൽ ഒരു വിഷയം ചർച്ച ചെയ്തായിരുന്നു നിങ്ങൾ പറഞ്ഞാട്ടെ? ഉണ്ടാവില്ല. പക്ഷെ വിഷയമില്ലാത്തൊരു ദിവസം തന്നാൽ മതി. ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളില്ലാത്തൊരു ദിവസം കൂടി ഉണ്ടാകണമല്ലോ. ഞാൻ പറയുന്നത് ഈ ഗവൺമെന്റ് ചെയ്തിരിക്കുന്ന 100,000 നല്ല കാര്യങ്ങളുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് ഈ കാലത്ത് 26 കാര്യങ്ങളിൽ 1ാം സ്ഥാനത്ത് കേരളമാണെന്ന് പറഞ്ഞു. ഒരു വിഷയം നിങ്ങൾക്ക് ചർച്ചയായില്ല. ബിസിനസ്സുമായി ബന്ധപ്പെട്ട ചർച്ച നടത്താമായിരുന്നു. നമ്മൾ 1ാം സ്ഥാനത്താണെന്ന് സർക്കാരും മന്ത്രിയും അടക്കം എല്ലാവരും പറഞ്ഞു. പക്ഷെ കേന്ദ്രം വന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു സംഭവമേ ഇല്ല, അങ്ങനെ ഒരു റാങ്കിങ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് അതുമായി ബന്ധപ്പെട്ട ഏതോ ഒരു മാനദണ്ഡമാണെന്ന് പറഞ്ഞത്. അതുവരെ പറഞ്ഞതും ദേശാഭിമാനി പത്രത്തിൽ മന്ത്രി തന്നെ ലേഖനം എഴുതിയതും എല്ലാം ഈ പറയുന്ന ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ 1ാം റാങ്ക് എന്ന് പറഞ്ഞായിരുന്നു. നല്ലത് പറയണമെന്നുണ്ട്, പക്ഷേ ലോകത്ത് ഉള്ള കാര്യത്തെ നമുക്ക് അമൂർത്തമായ കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ പറ്റില്ലല്ലോ. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കുന്നത്? ഡോക്ടർ ജിൻഡോ ജോൺ. ഞാൻ പ്രകാശ് മാസ്റ്റർ വെല്ലുവിളിക്കാം. നമുക്ക് ഏത് ചർച്ചയിലും എത്ര വേണമെങ്കിലും ഉമ്മൻചാണ്ടി സർക്കാരിനെയും 9 വർഷം കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി സർക്കാരിനെ നമുക്ക് താരതമ്യം ചെയ്യാം. ഡോക്ടർ ജിൻഡോ ജോൺ, അതിലൊരു പ്രശ്നമുണ്ട്. ആ സർക്കാരുകളുടെ താരതമ്യം എന്ന് പറയുന്നത് ചർച്ചയുടെ വളരെ ക്രിയാത്മകമായ ചർച്ചയുടെ സമയം കളയാനുള്ള ഉപാധിയാണ്. അതല്ല, വിഷയമാണ് പ്രശ്നം. വിഷയം അഡ്രസ് ചെയ്യപ്പെടരുത് എന്ന് വിചാരിക്കുന്നിടത്താണ് സർക്കാരുകളുടെ താരതമ്യം എന്ന ആശയം വരുന്നത്. പക്ഷെ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. എന്താ ആ പ്രതീക്ഷയും അത് ഒരു ചോദ്യം ചോദിച്ചത് നേരത്തെ കടന്നുപോയി. അതിന് പ്രകാശ് മാസ്റ്റർ കൃത്യമായിട്ട് അതിൽ തൊട്ടില്ല. അതുകൂടി കണക്ട് ചെയ്യാൻ പറയാൻ ആഗ്രഹിക്കുക. ഒന്നാമത്തെ, പുതിയൊരു ജയില് നിർമ്മിക്കുന്നതിനെ കുറിച്ചിട്ട്, അതായത് പുതിയ ജയിലുകൾ നിർമ്മിക്കുന്നു, സംവിധാനങ്ങൾ വർദ്ധിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. ഈ സർക്കാരിന്റെ കാലാവധി തീരാൻ പോവുകയാണ്. അപ്പൊ ആളുകളുടെ ഇടയ്ക്ക് ഒരു ആശങ്ക സൃഷ്ടിച്ചുകൊണ്ട് പുതിയ ജയിൽ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ VS അച്യുതാനന്ദനുമായി ബന്ധപ്പെട്ട വാർത്തകൾ തമസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ തടയപ്പെടുന്നതിന് വേണ്ടിയിട്ടോ ഒക്കെ ചെയ്തതാണോ എന്ന് പോലും സംശയിക്കണം. 100% ഞാൻ യോജിക്കുന്നു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ചാടിപ്പോയ ആളുകളുടെ പേര് താങ്കൾ പറഞ്ഞു. അതിന്റെ പേരിലല്ല എല്ലാം ശരിയാക്കാൻ വേണ്ടി നിങ്ങൾ അധികാരത്തിൽ വന്നത്. അന്ന് 2 കൈയുള്ളവൻ ചാടിപ്പോയെങ്കിൽ ഇന്ന് ഒറ്റ കൈയുള്ളവൻ 7.5 മീറ്റർ ഉയരമുള്ള ജയിൽ മതിൽ വലിയ പുതപ്പുകൾ കൂട്ടിക്കെട്ടി വലിയ സാഹസികതയോടെ രക്ഷപ്പെട്ടു എന്ന് പറയുന്നതാണ് നിങ്ങളുടെ നേട്ടം. താങ്കൾ പറഞ്ഞത് ജയിൽ അടച്ചിടാനുള്ള സംവിധാനമല്ല എന്ന്, തുറന്നു വിടാനുമുള്ള സംവിധാനമല്ല. ഈ കാരണവർ വധക്കേസിലെ ഷെറിനെ പുറത്തു വിട്ടതിലൂടെ കേരളത്തിലെ പൊതുസമൂഹത്തിന് CPM എന്ന് പറഞ്ഞ പാർട്ടിയും കേരളം ഭരിക്കുന്ന പിണറായി വിജയന്റെ സർക്കാരും കൊടുക്കുന്ന സന്ദേശം എന്താ? അതെന്ത് പോസിറ്റീവ് സന്ദേശമാണ് കേരളത്തിലെ പൊതുസമൂഹത്തിന് കൊടുക്കുന്നത്? എന്താ ഉറക്കം വരുന്നു? ഷെറിന് എന്തെങ്കിലും കറക്ഷൻ നടന്നതായിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടോ? അവർക്ക് കറക്ഷൻ നടന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ നല്ല നടപ്പിന് ശുപാർശ ചെയ്തതിനു ശേഷം അവർ മറ്റൊരു വിദേശ വനിതയെ ആക്രമിച്ച കേസിൽ പ്രതിയാകുന്ന സാഹചര്യമുണ്ടല്ലോ, അത്തരത്തിൽ ആക്ഷേപം നേരിടുന്നുണ്ടല്ലോ, ജയിലിൽ അത്തരത്തിൽ മോശം നടപ്പുകാരിയാണെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടല്ലോ. അപ്പൊ CPM എന്തിന്റെ പേരിലാണ് ഷെറിനെ പുറത്തു വിട്ടത്? ഇറങ്ങി ഓടാന്ന് വെച്ച വഴിയും പരിചയമില്ല. അതിലൂടെ നിങ്ങൾ എന്ത് സന്ദേശമാണ് കേരളത്തിലെ പൊതുസമൂഹത്തിന് കൊടുക്കുന്നത്? നിങ്ങൾ പറയണം. എല്ലാരും വിളിച്ചു. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.